ഫ്രണ്ട്സ്, നമ്മൾ ന്യൂ ഇയർ വെക്കേഷൻ്റെ സമയത്ത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് കൂടുതലും എല്ലാവരും സമ്മർ സമയത്ത് മാത്രമേ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കാണാനും എൻജോയ് ചെയ്യാനും വരാറുള്ളൂ. വിൻ്റർ സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്നാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വിൻ്റർ സമയത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. വിൻ്റർ ടൈമും ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം തന്നെയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് മനസ്സിലാവും. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മോസ്കോയിനെക്കാട്ടിലും പ്രൗഢിയിൽ നിന്നിരുന്ന ഒരു നഗരമാണ്. ഇവിടെയുള്ള റിവർ ആണെങ്കിലും അതേപോലെ തന്നെ സീ സൈഡ് ആണെങ്കിലും ഇവിടെയുള്ള പാലസുകളാണെങ്കിലും അത്രയും മനോഹരമാണ്. ഇവിടെയുള്ള ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നിങ്ങളെ ഇവിടുത്തെ ഡേ വ്യൂവും അതേപോലെ തന്നെ നൈറ്റ് വ്യൂവും കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കാണാൻ വരുന്നവർ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞപ്പം സമ്മർ പാലസും ഉണ്ട്, വിൻ്റർ പാലസും ഉണ്ട്. സമ്മർ പാലസ് എന്ന് പറയുന്നത് സിറ്റി വിട്ട് കുറേ ദൂരെയാണ്. വിൻ്റർ പാലസ് എന്ന് പറയുന്നത് സിറ്റിക്കുള്ളിൽ തന്നെയാണ്. ഹിസ്റ്ററിയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മോസ്കോ, റഷ്യ കാണാൻ വരുന്നവർ സെൻറ്റ് പീറ്റേഴ്സ്ബർഗും കൂടെ കണ്ടുപോവുക. അത് നിങ്ങൾക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വന്നു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും യൂറോപ്പിലേക്കൊക്കെയാണ് പോകുന്നത്. ഒരുപാട് പൈസ മുടക്കി യൂറോപ്പിലൊക്കെയാണ് പോയി കാണുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഇപ്പോൾ വിസ ഉണ്ട്. 4500 രൂപ കൊടുത്താൽ യൂറോപ്പിനെക്കാട്ടിലും മനോഹരമായ റഷ്യ നമുക്ക് വന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ റഷ്യ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ വിൻ്റർ പാലസിൻ്റെ വ്യൂ ആണ്, നൈറ്റ് വ്യൂ ആണ്. അപ്പം ഇത് ഫുള്ളായിട്ട് നമുക്ക് കണ്ടു തീരണമെങ്കിൽ 1 വർഷം വേണമെന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കാണണമെങ്കിൽ ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടൊക്കെ കവർ ചെയ്യാന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും എത്രയോ വലിപ്പമുള്ള ഒരു സ്ഥലമാണെന്ന്. അതേപോലെ തന്നെ മോസ്കോയിലെ അപേക്ഷിച്ച് ഞാനിവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങളെല്ലാം വളരെ സൗഹൃദപരമായ രീതിയിൽ പെരുമാറുന്ന ആളുകളാണ്. മോസ്കോ എന്ന് പറയുന്നത് ഒരു ബിസി ലൈഫാണ്. ഇവിടെയുള്ളവർ ഫോറിനേഴ്സിനോടെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻസിനെയൊക്കെ ഇവർ ഭയങ്കര കാര്യമായിട്ടാണ് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും വളരെ നന്നായിട്ട് അവർ എല്ലാ കാര്യങ്ങളും നമ്മളെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് ഇതെല്ലാം പറഞ്ഞു തരാനും ഒക്കെ അവർക്ക് ഭയങ്കര ഉത്സാഹമാണ്. മോസ്കോയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് വരാൻ വേണ്ടി ഏകദേശം 800 കിലോമീറ്ററോളം ദൂരമുണ്ടെങ്കിലും നമുക്ക് സബ്സാൻ സ്പീഡ് ട്രെയിൻ ഉണ്ട്. അതിന് 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതേപോലെ തന്നെ സീസൺ അനുസരിച്ചിട്ടാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റൊക്കെ അഡ്വാൻസ് ആയിട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് തന്നെ ടിക്കറ്റ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ മോസ്കോയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് വരുന്ന ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ളൊരു ഡ്രീമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം ആ ഒരു മോസ്കോയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗും കാണുക എന്ന് മാത്രമല്ല, ആ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബോണസാണ്. കാരണം അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായിരിക്കും ഇങ്ങനെ ആ ഒരു യാത്ര എന്ന് പറയുന്നത്. ഈ ട്രെയിൻ യാത്രയുടെ റൂട്ട് എന്ന് പറയുന്നത് വില്ലേജ് സൈഡിൽ കൂടി ആവുന്നത് കൊണ്ട് തന്നെ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഇതാണ് എർമിറ്റാജ് പാലസിൻ്റെ അല്ലെങ്കിൽ വിൻ്റർ പാലസിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിൻ്റർ പാലസ് നേവ റിവറിൻ്റെ തീരത്താണ്. അപ്പോൾ ഈ നേവ റിവർ എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ളൊരു റിവറാണ്. അത് ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ വളരെ മനോഹരമായ ദൃശ്യങ്ങളിലൊന്നാണ് നേവ റിവർ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്